നമ്മുടെ BBC ഒരു ന്യൂസ് കവർ ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് പുടിൻ കൊടുത്ത അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസാണേ. അതിനകത്ത് കൃത്യമായിട്ട് BBC കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ തന്നെ, ഇപ്പോൾ US-ന് ഞങ്ങളുടെ ഫ്യൂവൽ വാങ്ങാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് വാങ്ങാൻ പറ്റില്ല, ചോദ്യചിഹ്നം, എന്നിട്ട് പുടിൻ എന്ന് കൊടുക്കുന്ന ആ ഒരു ടൈറ്റിലാണ് BBC കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ BBC ആ ലേഖനം കൃത്യമായി എഴുതിയിട്ടുണ്ട്. റോയിട്ടേഴ്സിന്റെ ലേഖനത്തെ BBC പകർത്തിയതാണെന്ന് വ്യക്തം. അതിനർത്ഥം ഇന്റർനാഷണൽ മീഡിയാസ് ഇത് മുഴുവൻ കവർ ചെയ്യുന്നുണ്ടേ. അപ്പൊ ഇവിടെ പുടിൻ ചോദിച്ചൊരു ചോദ്യം അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ ചർച്ച ചെയ്യാണ്. അതായത് ഈ വാർത്ത കാണുന്ന ട്രംപ് കൃത്യമായും മനസ്സിലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, ഈ പണി നമുക്കിട്ടാണല്ലോ മച്ചമ്പി എന്ന്. ഉറപ്പാണ്. പുടിൻ ഇത്രേ പറഞ്ഞുള്ളൂ, അതായത് അമേരിക്കയ്ക്ക് ഞങ്ങളുടെ അടുത്ത് നിന്ന് അവരുടെ ന്യൂക്ലിയർ ആവശ്യങ്ങൾക്കുള്ള ഫ്യൂവൽ വാങ്ങാമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് വാങ്ങാൻ പറ്റില്ല? കൃത്യമായും പുടിൻ ചോദിക്കുന്നുണ്ട്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അവരുടെ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിന് ആവശ്യമായ ഫ്യൂവൽ നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുകയാണ്. ന്യൂക്ലിയർ ഫ്യൂവൽ റഷ്യയിൽ നിന്ന് അമേരിക്ക വാങ്ങുകയാണ്. അങ്ങനെ അമേരിക്കയ്ക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ ഇന്ത്യക്ക് എന്തുകൊണ്ട് റഷ്യൻ ഓയിൽ വാങ്ങാൻ പറ്റില്ല? സെയിം പ്രിവിലേജ് ഇന്ത്യക്കും കിട്ടേണ്ടതല്ലേ? ഇത് റഷ്യൻ പ്രസിഡന്റ് പുടിൻ പറഞ്ഞിരിക്കുന്നതാണ്. ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞ കാര്യമാണ്. ലോകം മുഴുവൻ കണ്ടു, ലോകം മുഴുവൻ വാർത്തയാക്കി. ഇനി അമേരിക്ക അല്ലെങ്കിൽ പ്രസിഡന്റ് ട്രംപ് എന്ത് ന്യായം പറയും? ഇന്ത്യയുടെ ഓയിൽ പർച്ചേസിന്റെ പേരിൽ അഡീഷണൽ നൽകിയ 25% താരിഫിനെ എങ്ങനെ ട്രംപ് ന്യായീകരിച്ച് മെഴുകും അമേരിക്കയിൽ കിടന്ന്? കാരണം അമേരിക്കക്കാർക്ക് ഇംഗ്ലീഷ് അറിയാമല്ലോ, റോയിട്ടേഴ്സും BBC ഒക്കെ വായിക്കാൻ അവർക്കറിയാലോ. റഷ്യൻ ഭാഷയിലാണ് പുടിൻ പറഞ്ഞതെങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്ത കവർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇതേ ആക്ഷേപം ഉണ്ടായപ്പോൾ ട്രംപ് മറ്റേ വരാല് വഴുതി പോകുന്നത് പോലെ വഴുതിയങ്ങ് പോയി. പക്ഷെ ഇവിടെ ട്രംപിന്റെ മുമ്പിൽ ഒരു രക്ഷയില്ല. കാരണം റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ് US അവരുടെ ന്യൂക്ലിയർ ആവശ്യങ്ങൾക്കുള്ള ഫ്യൂവൽ റഷ്യയിൽ നിന്ന് വാങ്ങുകയാണെന്ന്. അപ്പൊ പിന്നെ ആ അമേരിക്കയ്ക്ക് എന്ത് ധാർമ്മികതയാണ് ഉള്ളത് ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ? ഇന്ത്യ ഓയിൽ വാങ്ങുന്ന കാരണം റഷ്യക്ക് പണം കിട്ടുന്നു. ഈ പണം ഉപയോഗിച്ച് റഷ്യ യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നു എന്നാണ് യൂറോപ്പിലുള്ള ചില സായിപ്പന്മാരും അമേരിക്കയിൽ ട്രംപ് അടക്കമുള്ള ചില സായിപ്പന്മാരും പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ആ പ്രസിഡന്റ് പറയാണ്, ഇന്ത്യ ഓയിൽ വാങ്ങുന്നുണ്ടെങ്കിൽ അമേരിക്ക ഞങ്ങളുടെ അടുത്തുനിന്ന് ന്യൂക്ലിയർ ഫ്യൂവൽ വാങ്ങുകയാണ്. അപ്പൊ പിന്നെ എങ്ങനെ ശരിയാകും മിസ്റ്റർ ട്രംപ് അത്? ഇതിന്റെ ഉത്തരം ട്രംപ് തന്നെ സ്വന്തം ജനങ്ങളോട് പറയട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.